സോപ്പിട്ട് കിടതാ ഇത് വിനകപ്പര് നമ്മൾ വീട്ടിൽ ഒന്നും തന്നെ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു വെഡ്ഡിങ് ഈവോ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നിമിഷമാണ് നമ്മളെല്ലാം ഡിസൈഡ് ചെയ്തത്. അപ്പോൾ ഹൽദി ഇല്ലാത്തതുകൊണ്ട് ഹൽദിയുടെ തീമിലും സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മെഹന്തി ഇടുന്നതായിരുന്നു. അത് നേരത്തെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളെ. അവർ വീട്ടിൽ വന്ന് ഇട്ട് തന്നു. അതങ്ങനെ കിടന്നോട്ടെ. ആ ഹുക്കിൽ തന്നെ അങ്ങനെ തന്നെ ചെയ്തോ. ബ്യൂട്ടിഫുള്ളായി. വാശിക്കരി. അതെന്താ ഒരു കയ്യിലിട്ട അല്ല രണ്ട് കയ്യിലിട്ട കുഴപ്പം? സോപ്പിട്ട് കിടതാ പയ്യെ ഇട്ടാ മതി. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് വാങ്ങിച്ചത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് സ്ലീവ്ലെസ് ആണെന്നുള്ളതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു കൈ വെക്കാണ്ട് അങ്ങനെ തന്നെ അങ്ങ് ഇടാമെന്ന്. പിന്നെ തലേദിവസത്തെ ഹെയർ സ്റ്റൈലും മേക്കപ്പും അത് ചേച്ചിയുടെ അവൾ തന്നെയാണ് ചെയ്തത്. നമ്മൾ അതിനായിട്ട് ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ടില്ല. പിന്നെ ചടങ്ങൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സെറ്റ് മുണ്ടാണ് എടുത്തത്. എത്ര നേരത്തെ കഷ്ടപ്പാടാണ്. ഇനി എത്ര നേരം നിക്കണം? കല്യാണ തലേന്ന് നമുക്ക് അത്ര വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. മെഹന്തി ഇടുക, പിന്നെ ദക്ഷിണ കൊടുക്കുക. കല്യാണത്തിന് അന്ന് ദക്ഷിണ കൊടുക്കാൻ നമുക്ക് സമയം കിട്ടില്ല. പിന്നെ അച്ഛനും അമ്മയ്ക്കും മാത്രമായിരുന്നു നമ്മൾ കല്യാണത്തിന് അന്ന് ദക്ഷിണ കൊടുക്കുക. പിന്നെ ചെറിയൊരു കേക്ക് കട്ടിങ്ങും പിന്നെ ഞങ്ങളുടെ കുറച്ച് പേരുടെ ഡാൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഡാൻസ് ഒന്നും പറയാൻ പറ്റില്ല. ലാസ്റ്റ് നിമിഷം നമ്മൾ തട്ടിക്കുട്ടി കയറിയതാണ്. അമ്മിനൊറ്റ